പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ 11ാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നിച്ചു ചേരുമ്പോൾ നമ്മൾ തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും മനസ്സിലാക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നതാണ് വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ജിനു അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം 11ാം ക്ലാസ്സിലെ കുട്ടികളും. നിങ്ങൾ ഓരോരുത്തരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂമിയുടെ ഉപ്പായ ഈശോമിശിഹായെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് അനുഷ ടീച്ചർ ഇന്ന് നമ്മളോട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഈശോമിശിഹായുടെ ഗുണങ്ങളും ഉപ്പിൻ്റെ ഗുണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രായോഗികമായിട്ട് ഇന്ന് നമ്മൾ കുട്ടികൾ തന്നെയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഉപ്പ് പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മൾ പല ആവശ്യങ്ങളും പല സാഹചര്യങ്ങളും. എങ്ങനെ ഉപ്പ് ഈശോമിശിഹായുടെ ഗുണങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പഠിക്കുകയാണ്. എല്ലാവർക്കും നല്ല ക്ലാസ്. ഉപ്പിന്റെ ഗുണങ്ങൾ: രുചി പകരുക, ശുദ്ധീകരിക്കുക, സംരക്ഷിക്കുക. രുചി പകരുന്ന ജീവിതം. ഉപ്പ് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി പകരുന്ന വസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമാണ് ഉപ്പ്. ഉപ്പ് ഇല്ലെങ്കിൽ ഒരു കറികൾക്ക് രുചി ഉണ്ടാകില്ല. ഉപ്പുപോലെ ഈ ലോകത്തിൽ രുചി പകരാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ സ്നേഹിച്ച്. കൊള്ളാമല്ലോ, നന്നായി പറയുന്നു. ഉപ്പിൻ്റെ ഉപയോഗങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ക്ലാസ്സുകളാണ് വേദപാഠത്തിന് എപ്പോഴും നമുക്കറിയാം, ഒരു ഉപ്പിന്റെ ഒരു ഗുണത്തിൽപ്പെട്ടതാണ് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. അത് കുറെ നാളത്തേക്ക് ഒരു സാധനം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപ്പ് എല്ലാവരെയും ശുദ്ധീകരിച്ച് വെക്കുന്നതാണ്. അപ്പം നമുക്കറിയാം, ഈ ലോകം മൊത്തം പാവങ്ങൾ നടന്നതാണ്. എല്ലാ പാവങ്ങളും അത് കുറെ പ്രശ്നങ്ങളുണ്ട്. ലോകം എവിടെയാണെങ്കിലും കുറെ തിന്മകളും നൽകിയിട്ടുണ്ടാവും. അപ്പം ക്രിസ്ത്യാനിയെ നമ്മളുടെ ഒരു കടമ എന്ന് പറയുന്നത് അവരെ ശുദ്ധീകരിക്കാൻ, അവരെ പാപത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു കടമയാണ് നമുക്ക് ക്രിസ്ത്യാനികളുടെ മുന്നിൽ നമുക്കുള്ളത്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ അപ്ലൈ ചെയ്യാം. ഉപ്പെന്ന് പറഞ്ഞ സാധനം കെമിക്കൽ കോമ്പൗണ്ട്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഉപ്പിന്റെ മൂന്നാമത്തെ ഗുണമായ സംരക്ഷിക്കുക എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നന്നായിരിക്കുന്നു നിങ്ങളുടെ ക്ലാസ്സുകൾ. ഉപ്പിൻ്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ച് അത് എങ്ങനെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഓരോ സാഹചര്യത്തിലും ഉപ്പ് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നൽകുക. അതിൻ്റെ അളവും അതിൻ്റെ പ്രത്യേകതകളനുസരിച്ച്. അതുപോലെ ഈശോമിശിഹ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യം വ്യത്യസ്തമായ കൃപകൾ നൽകുന്നു. നന്നായിരിക്കുന്നു നിങ്ങളുടെ ക്ലാസ്സുകൾ. ഉപ്പിൻ്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ഈശോമിശിഹായുടെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കാമെന്ന് നിങ്ങൾ പഠിച്ചു. ഓരോ സാഹചര്യത്തിലും ഉപ്പ് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നൽകുക. അതിൻ്റെ അളവും അതിൻ്റെ പ്രത്യേകതകളും അനുസരിച്ച്. ഇതുപോലെ ഈശോമിശിഹ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യം വ്യത്യസ്തമായ കൃപകൾ നൽകുന്നു. വിശ്വാസ പരിശീലനം പ്രായോഗിക തലത്തിൽ തീർച്ചയായും നിങ്ങൾ നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുപോലെ പഠിക്കുക, മനസ്സിലാക്കുക, പഠിപ്പിക്കുക.